പീരിയഡ്സുമായി ഒറ്റൊരു പാഡുണ്ട്. താങ്ക് ഗോഡ്. ആരൊക്കെയോ ചോദിച്ചിട്ടുണ്ടായിരുന്നു പീരിയഡ്സ് ഡേ ഇൻ മൈ ലൈഫ് ചെയ്യും. ഫൈനലി ഞാൻ കുളിച്ചു വന്നിരിക്കുന്നു. നിലവിലിപ്പോൾ വയറുവേദന ഇല്ലെങ്കിൽ പോലും വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സോ ഒരു പ്രിക്കോഷൻ എന്ന നിലയ്ക്ക് നമ്മൾ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കി കുടിക്കേണ്ടതാണ്. ഞാൻ സാധാരണ പീരിയഡ്സ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വയറുവേദന കുറയാൻ വേണ്ടിയിട്ട് ഉലുവ വെള്ളമാണ് കുടിക്കാറ്. അതായത് ഉലുവ എടുത്തിട്ട് അത് കുറച്ച് ഒരു ടീസ്പൂൺ എടുത്ത് വറുത്തിട്ട് അതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് നല്ലോണം തിളപ്പിച്ച് കുറുക്കിയെടുക്കും. സഹിക്കാൻ പറ്റാത്ത പീരിയഡ്സ് പെയിൻ ഉള്ള ആളായിരുന്നു ഞാൻ. ഈ ഒരു ഡ്രിങ്ക് കുടിക്കാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് പീരിയഡ്സ് പെയിൻ അത്രയും കുറഞ്ഞു കിട്ടിയത്. എനിക്ക് എന്തായാലും ഇത് വർക്കിംഗ് ആണ്. നിങ്ങൾ പീരിയഡ്സ് പെയിൻ ഉള്ള ആളുകളാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഇത് കുടിക്കുന്നതെന്ന് ഏറ്റവും വലിയ ടാസ്ക്. ഇതിന്റെ സ്മെല്ല് എനിക്ക് ഒട്ടും പറ്റാത്തതുകൊണ്ട് ഞാൻ മൂക്ക് പൊത്തിയിട്ടാണ് ഇത് കുടിക്കാറ്. ചൂടാറിയതിനു ശേഷം ഒറ്റ വലിക്ക് കുടിക്കാൻ ശ്രമിക്കണം, അതും വെറും വയറ്റിൽ. വായിന്റെ മൂക്കിന്റെ അടുത്ത് നിന്നൊക്കെ ആ ഒരു ഉലുവേന്റെ സ്മെല്ല് പോകാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ കൈകൊണ്ടാക്കി കൊടുക്കുകയാണ്, അല്ലെങ്കിൽ എനിക്ക് ഒമിറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി വരും. കുറച്ചു നേരം നിന്നിട്ടുണ്ടെങ്കിൽ തല ചുറ്റും ക്ഷീണം വരും, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ചായ ഉണ്ടാക്കിയിട്ട് പെട്ടെന്ന് പോയി ഇരിക്കാനുള്ള പരിപാടി നോക്കട്ടെ. ചായ കുടിക്കണോ വേണ്ടോ എന്ന് ആദ്യം ആലോചിച്ച് ഞാനിപ്പോൾ ചായ കുടിച്ചില്ലെങ്കിൽ ഒരൊറ്റ കിടത്തം കിടന്നിട്ട് പിന്നെ ഞാൻ വൈകുന്നേരം ഒരു 4-5 മണിക്ക് എണീക്കും. അപ്പം എനിക്കൊന്നും കഴിക്കാനാവില്ല. അതിലും നല്ലതൊരു ചായ കുടിച്ചിട്ട് കിടന്നുറങ്ങാമെന്ന് കരുതി. പിന്നെ പീരിയഡ്സിൻ്റെ ടൈമിൽ എനിക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഫിസിക്കലിയും മെൻ്റലിയും കംപ്ലീറ്റ്ലി ഡൗൺ ആയി പോകും. പിന്നെ എനിക്ക് അധികം നേരം സംസാരിക്കാനും ഇരിക്കാനും നിൽക്കാനും ഒക്കെ ബുദ്ധിമുട്ടുണ്ട്. ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ടയേർഡ് ആയതുകൊണ്ട് സൗണ്ടിനുള്ള വ്യത്യാസം. പ്രശ്നങ്ങളൊന്നും ഇതോടുകൂടി കഴിഞ്ഞിട്ടില്ല, ഇനിയും കിടക്കുന്നുണ്ട്. കാലിൻ്റെ മുട്ടുവേദന, ബാക്ക് പെയിന്, ബ്രസ്റ്റ് പെയിന്, അതേപോലെ വോമിറ്റിങ്, ഇതിനൊക്കെ പുറമെ ഓൾറെഡി ഷോർട്ട് ടെമ്പേർഡായ ഞാൻ പീരിയഡ്സിന്റെ ടൈമിൽ കാണിച്ചു കൂട്ടുന്ന ദേഷ്യവും വാശിയും വെറുപ്പൊക്കെ ഇതിൻ്റെയൊക്കെ എത്രയോ വേറെ ഒന്നല്ല മൂഡ് സ്വിങ്സ് ആണ്. പീരിയഡ്സ് ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞിട്ട് കുറച്ചുകൂടി വീഡിയോ എടുക്കണം എന്ന് എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഒട്ടും വയ്യാത്തതുകൊണ്ട് ഞാൻ കുറച്ച് നേരം കിടക്കട്ടെ എന്ന് കരുതി. എന്നിട്ട് എണീറ്റിട്ട് ഞാൻ പാർട്ട് 2 ആയിട്ട് ബാക്കിയുള്ള വീഡിയോസൊക്കെ ഇടുന്നതായിരിക്കും.